ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു കരിയർ മേക്കർ. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GD കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇന്നിപ്പോൾ ഔട്ടായിട്ടുണ്ട്. അതിനകത്ത് അപ്രോക്സ് നമ്പർ ഓഫ് വേക്കൻസീസ് ഏകദേശം 40,000 അടുപ്പിച്ചിട്ടുള്ള വേക്കൻസികളാണ് റിക്രൂട്ട് ചെയ്തേക്കുന്നത്. കറൻ്റ്ലി BASF, CASF, CRPF, SSB, ITB, AR, SSF, NCB എന്ന് പറയുന്ന ഡിഫറെൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസീസാണ് കറൻ്റ്ലി ഇതിനകത്ത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5/9/2024 മുതൽ 5/9/2024 മുതൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 14/10/2024 വരെയാണ്. അപ്പോൾ 5 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 5 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 14 വരെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവസാനത്തെ ഡേറ്റ്. ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന ഡേറ്റ് 15/10/2024 വരെ ആയിരിക്കും ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ദെൻ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വന്നിട്ട് ജാനുവരി ടു ഫെബ്രുവരി 2025. അപ്രോക്സ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്രോക്സ് ഒരു 4-5 മാസത്തോളം സമയം കിട്ടുന്നുണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ വേക്കൻസികളുടെ എണ്ണം പറയുമ്പോൾ അപ്രോക്സ് ഒരു 40,000 അടുപ്പിച്ചിട്ടുള്ള വേക്കൻസികളാണ് റിക്രൂട്ട് ചെയ്തേക്കുന്നത്. ദെൻ പേ സ്കെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അപ് ടു 69,100 റുപ്പീസ് വരെ പേയ്മെൻറ്റ് സ്കെയിൽ വരുന്നുണ്ട്. പേയ്മെൻറ്റ് സ്കെയിൽ 1 18,000 തൊട്ട് 56,900 വരെയും, പിന്നെ പേ സ്കെയിൽ 3 വരുന്നിട്ട് 21,700 മുതൽ 69,100 വരെയാണ് ഇതിൻ്റെ സാലറി പാക്കേജുകൾ വരുന്നത്. ദെൻ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കാനുള്ളത് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 18 തൊട്ട് 23 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏജ് ലിമിറ്റ് 18 മുതൽ 23 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ഓരോ കാറ്റഗറിക്ക് SC/ST കാറ്റഗറിക്ക് ഒരു 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് ഒരു 3 ഇയേഴ്സ്, എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് ഒരു 3 ഇയേഴ്സ്. പിന്നെ ഓരോ കാറ്റഗറിക്ക് അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസും അതിനായിട്ടുള്ള ഏജ് റിലാക്സേഷൻ മെത്തേഡ്സും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ടെലിഗ്രാം ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ടെലിഗ്രാം ലിങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എത്ര ഏജ് മീൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ മെട്രിക്കുലേഷൻ ഓർ 10th ക്ലാസ് എക്സാമിനേഷൻ. ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാംസുകൾ എഴുതാൻ പറ്റും. അപ്പോൾ SSC GDയുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ക്വാളിഫിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് ഇൻസെൻറ്റീവ് ഓർ ബോണസ് മാർക്കുകൾ കിട്ടും. ദെൻ അതുപോലെ തന്നെ ഓൺലൈൻ എക്സാംസുകളുടെ സെൻറ്ററും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കേരളത്തിനകത്തുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം KKR റീജിയണിനകത്ത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കർണാടക റീജിയൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കേരളത്തിനകത്തുള്ള എക്സാം സെൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. കേരളത്തിനകത്ത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും എക്സാം സെൻറ്റേഴ്സാണ് കേരളത്തിനകത്തുള്ള എക്സാം സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ ഇതിനകത്ത് പറയുമ്പോൾ. ദെൻ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ssc.gov.in എന്നാണ്. ssc.gov.in. അപ്പോൾ ഈ വെബ്സൈറ്റ് ഒന്ന് നോക്കുക, ssc.gov.in. ദെൻ ഇതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സിലബസ് പറയുന്നുണ്ട്. ഓൺലൈൻ എക്സാമിനേഷൻ്റെ സിലബസിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. ജനറൽ നോളജ്, ജനറൽ അവയർനെസ് പറയുന്ന ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എസ്പെഷ്യലി ഹിസ്റ്ററി, കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻറ്റിഫിക് റിസർച്ച് ഇതുപോലെയുള്ള ടേംസാണ് അതിനകത്ത് വരുന്നത്. ദെൻ എലിമെൻ്ററി മാത്തമാറ്റിക്സ്, നമ്മൾ 10th ലെവൽ വരെയുള്ള മാത്സിൻ്റെ സിലബസ് ഓർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി കാര്യങ്ങളും ആഡ് ആവുന്നുണ്ട്. ദെൻ ഫിസിക്കൽ ടെസ്റ്റുകളുടെ കാര്യം പറയുന്നുണ്ട്. റേസ് 5 കിലോമീറ്റേഴ്സ് ഇൻ 24 മിനിറ്റ്സ് മെയിലിനകത്തും 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ്സ് കൊണ്ടും കവർ ചെയ്യണമെന്നും ഈവൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനകത്ത് മെയിലിന് വേണ്ട ഹൈറ്റ് 170 സെൻറ്റിമീറ്ററും ഫീമെയിൽസിന് 150
ഡിമിട്രോ എന്ന് പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഓരോ കാറ്റഗറീസിനനുസരിച്ച് ചിലപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനൊക്കെ വെച്ചിട്ട് ഹൈറ്റിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത് ഇതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ടേബിൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്രോക്സ് വരുന്ന ജാനുവരി ഫെബ്രുവരി സമയങ്ങളിലാണ് ഈ വർഷത്തെ എക്സാംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കാര്യം സൈറ്റ് ബിസി ആവുന്ന ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാതെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ തൊട്ട് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കിക്കോളൂ, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5/9 സെപ്റ്റംബർ 5 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് 14/10 ഒക്ടോബർ 14 ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ വേക്കൻസീസ് പ്രയോറിറ്റീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ബാക്കി കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാനൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ഓൾ.